വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡീപ്പ് ലേണിംഗ് ഇൻ മലയാളം എന്ന് പറയുന്ന സീരീസിലെ 9ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ 2-3 വീഡിയോയിൽ നമ്മൾ സിഗ്മോയിഡ് ന്യൂറോൺ പഠിച്ചതിന് ശേഷം കുറച്ച് ഹാൻഡ്സ് ഓൺ ആണ് ചെയ്ത് നോക്കിയത്. ആദ്യം നമ്മൾ പാണ്ടാസ് ഒന്ന് പരിചയപ്പെട്ടു. പിന്നെ നമ്മളൊരു സിഗ്മോയിഡ് ന്യൂറോൺ അല്ലെങ്കിൽ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അത് പ്ലോട്ട് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്കൊരു സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാക്കാം. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് പോകുന്നത്. അതാണ് ഒരു നല്ല പ്രാക്ടീസ്. അതുകൊണ്ടൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിനെ വെച്ച് ട്രെയിൻ ചെയ്ത് നമ്മൾ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ക്ലാസ്സിന് വേണ്ടിയുള്ള കോഡ് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പൈത്തണിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ മെഷീൻ ലേണിംഗ് ഇൻ മലയാളം എന്ന് പറയുന്ന ആദ്യത്തെ കോഴ്സിൽ വളരെ വിശദമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് എഴുതുന്നത് എങ്ങനെയാണ്? ക്ലാസ് കൊടുത്തതിന് ശേഷം ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിട്ട് കോളൻ ഇടുക. കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്നതല്ല ഒരു കോഡ് ബ്ലോക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കോളൻ ഇടുക. കോളൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രാക്കറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല. പൈത്തൺ ആയതുകൊണ്ട് ഇൻഡൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കോഡ് ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ സിഗ്മോയിഡ് ന്യൂറോൺ എന്ന് പറയുന്ന ക്ലാസ് എഴുതുന്നു. ക്ലാസ് എഴുതിയാൽ നമ്മൾ ഏതൊരു ക്ലാസ് എഴുതിയാലും ആദ്യം ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് വിളിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് കൺസ്ട്രക്ടർ. നമ്മുടെ പൈത്തണിൽ കൺസ്ട്രക്ടർ ക്ലാസ് ഫംഗ്ഷൻ വരുന്നത് __ init എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ഒരു കൺസ്ട്രക്ടർ ക്ലാസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഈ കൺസ്ട്രക്ടർ ക്ലാസ് വിളിക്കും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അതായത് നമ്മുടെ ക്ലാസിൻ്റെ അകത്ത് ഏത് ഫംഗ്ഷൻ എഴുതിയാലും ആ ഫംഗ്ഷനിലേക്കൊക്കെ ഡീഫോൾട്ടായിട്ടൊരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കണം. ആ പാരാമീറ്ററിൻ്റെ പേര് സെൽഫ് എന്നാണ്. അത് ഈ ക്ലാസ്സിനെ തന്നെ ഡിനോട്ട് ചെയ്യുന്നൊരു പാരാമീറ്ററാണ്. അത് ഉദാഹരണം നിങ്ങൾ PHP അല്ലെങ്കിൽ C++ഓ ജാവയോ ഒക്കെ ക്ലാസ് എഴുതുവാണെങ്കിൽ അതിൻ്റെ ദിസ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉപയോഗിക്കാറുണ്ട് അതേ ക്ലാസ്സിൽ തന്നെ ഡിനോട്ട് ചെയ്യാൻ. അപ്പോൾ അതുപോലത്തെ ഒരു പോയിന്ററാണ് ഈ സെൽഫ് എന്ന് പറയുന്ന പോയിന്റർ. self.b w = none, self.b = none എന്ന് ഞാൻ കൊടുക്കണം. അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫീച്ചർ മാത്രമുള്ള ഒരു ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്മോയിഡ് ന്യൂറോൺ അല്ല, ക്ഷമിക്കണം, അങ്ങനെയല്ല. നമ്മൾ ഡബ്ല്യുവിനെ ഒരു വെക്ടറായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ വെയിറ്റിൻ്റെ ഒരു വെക്ടർ ഡബ്ല്യു, പിന്നെ നമ്മുടെ ബയാസ് ബിയും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വേരിയബിൾസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സ് അതൊക്കെയാണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. വെക്ടറിൽ ഒരു വെയിറ്റ് ഉണ്ടാകാൻ ഉണ്ട്. നമ്മുടെ ഫീച്ചേഴ്സിന് എത്ര n ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ n w വാല്യൂസ് ഉണ്ടാകും. W1 W2 W3 എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ വെക്ടർ ആണ് ഡബ്ല്യു. ബി എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിൾ ആണ്. അത് രണ്ടും ഞാൻ നൾ വാല്യൂ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ പെർസെപ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം പെർസെപ്ട്രോണിൻ്റെ ഇക്വേഷൻ എന്താണ്? പെർസെപ്ട്രോണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 w1 + x2 w2 + x3 w3 up to xn w1 + b ആണ് നമ്മുടെ പെർസെപ്ട്രോണിൻ്റെ ഇക്വേഷൻ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ സിഗ്മോയിഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/1 + e⁻⁻ x1 w1 + x2 w2 + up to xn w1 + b ആണ്. അപ്പോൾ e⁻⁻ കഴിഞ്ഞ് വരുന്നത് ശരിക്കും പെർസെപ്ട്രോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ x1 w1 + x2 w2 + x3 w3 ആ സാധനം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ സെൽഫ് പാസ് ചെയ്തു, എക്സ് ഞാൻ പാസ് ചെയ്തു. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വെക്ടറാണ്. ഒരു ഇൻപുട്ട് വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വെക്ടർ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് സെറ്റ് എടുത്ത് ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഫോൺ ഡിസ്ലൈക്ക് പ്രൊഡിക്ഷൻ്റെ ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റയിൽ കുറേ ഡാറ്റ സെറ്റിൽ ഓരോ ഫോണിനെ കുറിച്ച് കുറേ ഡാറ്റകളുണ്ട്, അല്ലേ? കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയും. എന്തൊക്കെ ഉണ്ടാവും? ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ്, ഫോണിൻ്റെ വെയിറ്റ് എത്രയാണ്, ഫോണിൻ്റെ ക്യാമറയുടെ അപ്രേച്ചർ എത്രയാണ്, അങ്ങനെ കുറേ ഡാറ്റ ഉണ്ടല്ലേ. അപ്പോൾ ഈ എല്ലാ ഡാറ്റയും നമ്മൾ ഓരോന്നായിട്ട് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഫീച്ചർ വെക്ടറായിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 1 കോളം അല്ല 1 റോയോ ഉള്ളൊരു മെട്രിക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എന്നാണ് ഫീച്ചർ വെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോമിലാണ്. ഒരു 1 കോളം അല്ലെങ്കിൽ 1 റോ ഉള്ള മെട്രിക്സ് ഫോമിലാണെന്ന് വരിക. അപ്പോൾ നമ്മൾ അപ്പോൾ ആ പെർസെപ്ട്രോൺ റിട്ടേൺ ചെയ്യുന്നത് എന്താ റിട്ടേൺ ചെയ്യേണ്ട? x1 w1 + അതായത് എക്സിലെ ഓരോ വാല്യൂസും എടുത്ത് ഡബ്ല്യൂവിലെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ഗുണിച്ച് +b ആണ് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലേ? ഇതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇത് റിട്ടേൺ ചെയ്യേണ്ടത് ഇതാണ് x1 w1 + x2 w2 + up to xn WN, അല്ലേ? +b ആണ് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ x1 w1 + x2 w2 up to xn wn കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെയും ഡബ്ല്യുവിൻ്റെയും കൂടി
ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. അപ്പോൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒരേ ഇതിൽ വരാൻ വേണ്ടി ഡയമെൻഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രാൻസ്പോസ് എടുത്തത്. ഡബ്ല്യുവിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഡബ്ല്യു എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ഒരു ഒറ്റ കോളമേ ഉള്ളൂ. പിന്നെ എക്സ് എന്ന് പറയുന്നത് ഒരു റോ ആണ്. അപ്പോൾ ഇതും റോ ഫോമാറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ട് ടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഡബ്ല്യു ഇത് കിട്ടുക. ഇതിൻ്റെ ഈ എൻ പി ഡോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സും ഡബ്ല്യു നമ്മുടെ ഡബ്ല്യു വെക്ടറും പാസ് ചെയ്താൽ കിട്ടുക x1 w1 പ്ലസ് x2 w2 അപ് ടു xn wn വരെയുള്ള വാല്യൂസ് കൂട്ടിയിട്ടാണ് കിട്ടുക. അതിൻ്റെ കൂടെ ബിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ x1 w1 പ്ലസ് x2 w2 പ്ലസ് x3 w3 പ്ലസ് ബി എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടി. അപ്പോൾ അത് റിട്ടേൺ ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷൻ നമ്മുടെ സിഗ്മോയിഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. നമ്മൾ സിഗ്മോയിഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. സിഗ്മോയിഡ് എന്ന് വളരെ സിമ്പിളാണ്. ഒരു എക്സ് വാല്യൂ എടുക്കുന്നു, ഒരു സെൽഫ് എന്ന് പറയുന്ന പാരാമീറ്ററും എക്സ് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. എക്സ് വാല്യൂ ഒരു സിംഗിൾ വാല്യൂ ഒരു വെക്ടറാக എന്ത് തന്നെ ആയാലും അത് എന്താ റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ 1/1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സിഗ്മോയിഡിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. സിഗ്മോയിഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ഇ റൈസ് ടു ഇസഡ് ആണ്. സിഗ്മോയിഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ഇ റൈസ് ടു എക്സ് ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ഒരു സിംഗിൾ വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ സിഗ്മോയിഡ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഈ എക്സ് ഒരു വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതിനു മുമ്പുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തപ്പോൾ. ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള പരിപാടിയാണ് പൈത്തണിൽ. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിൽ ഒരു ഒറ്റ സിംഗിൾ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ഒറ്റ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. അതിൻ്റെ റിട്ടേൺ വാല്യൂ ആ ഒരു സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യുക. പക്ഷെ നമ്മൾ ആ ഇൻപുട്ട് വരുന്ന ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു സ്കെയിലാറിന് വേണ്ടി ഒരു വെക്ടർ വന്നാൽ സെറ്റ് ഓഫ് വാല്യൂസ് വന്നാൽ സെറ്റ് ഓഫ് വാല്യൂസിന് ഓരോന്നിനും ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മെട്രിക്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ അതാണ് സിഗ്മോയിഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും നമുക്ക് ഗ്രേഡിയൻ ഡിസെൻറ്റ് റൺ ചെയ്യണം. ഗ്രേഡിയൻ ഡിസെൻറ്റിൻ്റെ അകത്തെ അപ്ഡേറ്റ് റൂള് നമുക്കറിയാം. ഗ്രേഡിയൻ ഡിസെൻറ്റിൻ്റെ അപ്ഡേറ്റ് റൂൾ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗ്രേഡിയൻ ഡിസെൻറ്റിൻ്റെ അപ്ഡേറ്റ് റൂൾ അതാണ്. WT + 1 = WT പ്ലസ് മൈനസ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ WT. BT + 1 = BT മൈനസ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ BT അല്ലേ. ഇപ്പോൾ ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും, അതായത് ചേഞ്ച് ഇൻ ഡബ്ല്യൂവിനുള്ള ചേഞ്ച് ഇൻ ബിയുടെ ചേഞ്ച് കണ്ടുപിടിക്കണം. ഈറ്റ അല്ല, ഈറ്റ വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് _ ഡബ്ല്യൂ ഡെൽറ്റ ഡബ്ല്യൂ എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അകത്തേക്കും സെൽഫും എക്സും വൈയും പാസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇത് ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക അല്ലേ. എന്താണ് സിഗ്മ i = 1 to, അപ്പോൾ ഞാൻ ഇത്ര എടുക്കുന്നില്ല, ഈ ഭാഗം മാത്രമാണ് എടുക്കുന്നത്. y hat minus y into y hat into 1 minus y hat into x ആണ്. y hat minus y into y hat into 1 minus y hat into x അല്ലേ. ഡെൽറ്റ ബി കണ്ടുപിടിക്കാണല്ലോ, ഇവിടെ എക്സ് ഇല്ലെന്നേ ഉള്ളൂ. y hat minus y into y hat into 1 minus y hat ഉള്ളൂ, എക്സ് ഇല്ല ഡെൽറ്റ ബി കണ്ടുപിടിക്കാൻ. അതാണ് ഈ രണ്ട് ഫംഗ്ഷൻ, രണ്ട് ഡെൽറ്റ ബിയും ഡെൽറ്റ ഡബ്ല്യൂയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടെടുത്തതാണ്. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ വൈ ഹാറ്റ് ആദ്യം വേണം. വൈ ഹാറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിഗ്മോയിഡിൻ്റെ അകത്തേക്ക് ഇപ്പോഴത്തെ WB വാല്യൂസ് വെച്ച് ഒരു എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈ വാല്യൂ ആണ് വൈ ഹാറ്റ്. അപ്പോൾ വൈ പ്രഡ് ഈസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് സിഗ്മോയിഡ് ഓഫ്. ഈ സിഗ്മോയിഡ് വിളിച്ചു. സിഗ്മോയിഡിലേക്ക് എന്താണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? എക്സിൻ്റെ സ്ഥാനത്ത് x1 w1 പ്ലസ് x2 w2 അതാണ് പാസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സെൽഫ് ഡോട്ട് പെർസെപ്ട്രോൺ ഓഫ് എക്സ് വിളിച്ചു. അപ്പോൾ ഈ പെർസെപ്ട്രോൺ ഓഫ് എക്സ് വിളിക്കുമ്പോൾ ഈ ഓരോ x1 w1 പ്ലസ് x2 w2 പ്ലസ് x3 w3 അപ് ടു xn w1 പ്ലസ് ബി എന്നുള്ളതാണ് കിട്ടുക. അത് നമ്മൾ സിഗ്മോയിഡിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്കും 1/1 പ്ലസ് ഇ റൈസ് ടു ഈ സാധനത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ 1/1 പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ അവിടെ ഈ മൈനസ് എക്സിൻ്റെ അവിടെ w1 x1 w1 പ്ലസ് x2 w2 അപ് ടു xn w1 പ്ലസ് ബി എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മുടെ വൈ ഹാറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്രേഡിയൻ ഡബ്ല്യൂവിൻ്റെ ഗ്രേഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. വൈ ഹാറ്റ് മൈനസ് വൈ ഇൻറ്റു വൈ ഹാറ്റ് ഇൻറ്റു 1 മൈനസ് വൈ ഹാറ്റ് ഇൻറ്റു എക്സ്. ഓക്കെ, ഇപ്പോൾ എൻ കേസിൽ അപ്പോൾ ഈ ഡബ്ല്യു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇക്വേഷനിൽ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം W വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെൽറ്റ W1 വേണം, ഡെൽറ്റ W2 അപ് ടു ഡെൽറ്റ WJ1 എത്ര ഫീച്ചേഴ്സ് ഉണ്ടോ അത്ര ഡെൽറ്റ W വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം വഴി ഉണ്ടെങ്കിൽ ഇവിടെ അത് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തും. എവിടെ?
ഇവിടെ നമ്മുടെ എക്സ് വാല്യൂസ് ഒന്നിലധികം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് വൈപ്രഡ് കിട്ടുന്നത് ഒന്നിലധികം ഉണ്ടാവും അല്ലേ. എക്സ് വാല്യൂസ് സപ്പോസ് 5 ഫീച്ചർ ഉണ്ടെങ്കിൽ, സോറി വൈപ്രഡ് കിട്ടുന്ന ഒന്നിലധികം ഉണ്ടാവുന്നല്ല, ക്ഷമിക്കണം. എക്സ് വാല്യൂസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ, എക്സ് വാല്യൂസ് നിങ്ങൾക്ക് ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ സിഗ്മോയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈപ്രഡാണ് കിട്ടുക, ഒറ്റ വൈപ്രഡ് വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ വൈപ്രഡ് മൈനസ് വൈ ഇൻറ്റു വൈപ്രഡ് ഇൻറ്റു 1 മൈനസ് വൈപ്രഡ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ എക്സിനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊറ്റ വാല്യൂ ആണെങ്കിലും ഇതൊറ്റ വാല്യൂ ആണെങ്കിലും ഈ എക്സ് എന്താണ്, എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒന്നിലധികം വാല്യൂസ് ഉള്ള ഒരു സാധനമാണ് അല്ലേ. കാരണം ഒന്നിലധികം ഫീച്ചേഴ്സ് ഉണ്ട് എക്സിൽ. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഫോണിനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അത് എന്തൊക്കെ ഉണ്ടാവും, ഫോണിൻ്റെ സൈസ് ഉണ്ടാവും, ഫോണിൻ്റെ സ്ക്രീൻ സൈസ് ഉണ്ടാവും, ഫോണിൻ്റെ ക്യാമറയുടെ സൈസ് ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഒന്നിലധികം എക്സ് വാല്യൂസ് കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യൂ ഉണ്ട്. അതാണ് ഡെൽറ്റ W1, ഡെൽറ്റ W2, ഡെൽറ്റ W3 ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിലധികം എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഇതും ഒന്നിലധികം ആ കറസ്പോണ്ടിങ് ഓരോ എക്സിൻ്റെ ഡബ്ല്യൂവിൻ്റെ ഗ്രേഡിയൻ്റ് ആയിരിക്കും ഇത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒന്നിലധികം എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ ഇതും പാസ് ചെയ്യുന്ന ഒരു ഗ്രേഡിയൻറ്റ് വെക്ടർ ആയിരിക്കും. അതായത് ഡെൽറ്റ ഡബ്ല്യൂവിൻ്റെ അകത്ത് ഡെൽറ്റ W1, ഡെൽറ്റ W2, ഡെൽറ്റ W3 ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി ചേർന്നൊരു വെക്ടർ ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗ്രേഡിയൻറ്റ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡിയൻറ്റ് ബി കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ എന്താ, ഡെൽറ്റ ബി കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ ഈ എക്സ് ഇല്ലെന്ന് മാത്രമേ, ഈ ഭാഗം ഇല്ല, ഇത്രയാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വൈപ്രഡ് കണ്ടുപിടിച്ചു, റിട്ടേൺ വൈപ്രഡ് മൈനസ് വൈ ഇൻറ്റു, അതായത് വൈ ഹാറ്റ് മൈനസ് വൈ ഇൻറ്റു വൈ ഹാറ്റ് ഇൻറ്റു 1 മൈനസ് വൈ ഹാറ്റ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. അത് പക്ഷേ അതെപ്പോഴും ഒരൊറ്റ വാല്യൂ ഉണ്ട്, ഡെൽറ്റ ബിയിൽ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം എത്ര ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വന്നാലും നിങ്ങളുടെ ബയാസ് വാല്യൂ വരണേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ഒറ്റ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫംഗ്ഷൻ, ഗ്രേഡിയൻറ്റ് ഡെൽറ്റ ബിയും ഡെൽറ്റ ഡബ്ല്യൂയും കണ്ടുപിടിക്കും. ഇനി നമുക്ക് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് വെച്ച് ട്രെയിനിങ് നടത്താനുള്ള ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മളെ മെഷീൻ ലേണിംഗ് ലൈബ്രറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് ഫിറ്റ് എന്നാണ്. കഴിഞ്ഞ മെഷീൻ ലേണിംഗ് മലയാളം എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫംഗ്ഷൻ്റെ പേര് ഫിറ്റ് എന്നാണ്. അപ്പോൾ ആ ഫിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫിറ്റിലേക്ക് നമ്മൾ സെൽഫ് പാസ് ചെയ്യുന്നുണ്ട്, എക്സ് വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ട്രെയിനിങ് സെറ്റാണ്. വൈ വാല്യൂസ് വരുന്നുണ്ട്, അത് എക്സും വൈയും കൂടെ നമ്മുടെ ട്രെയിനിങ് സെറ്റാണ് വരുന്നത്. എപ്പോക്സ്, എത്ര എപ്പോക്സ് റൺ ചെയ്യണം, അതായത് നമ്മുടെ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൻ്റെ റൂൾ എന്താണ്, നമ്മൾ ഇറ്ററേറ്റ് ഓവർ ഡേറ്റയിലൂടെ ഇങ്ങനെ പല പ്രാവശ്യം കടന്നു പോകും അല്ലേ. നമ്മൾ കണ്ടതാണ്, ഈ ഡേറ്റയിലൂടെ നമ്മളിങ്ങനെ പല പ്രാവശ്യം കടന്നു. ഈ എത്ര പ്രാവശ്യം ഡേറ്റയിലൂടെ ഐട്രേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ഫിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എപ്പോക്സ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം അത് ആ ഡേറ്റയിലൂടെ കടന്നു പോകും. ശേഷം ലേണിംഗ് റേറ്റ് നമ്മൾ ഈറ്റ, നമ്മുടെ ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് അപ്ഡേഷനിലെ ഈ ഈറ്റ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഈ ലേണിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനിഷ്യലൈസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്, അത് ഉദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫിറ്റ് വിളിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഫിറ്റ് നമ്മൾ ട്രൂ കൊടുത്തെങ്കിൽ മാത്രമേ ഇനിഷ്യലൈസ് ചെയ്യുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രൊസീഡിങ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തുടർന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊസീഡിങ് എങ്ങനെയാണ് ലോസ് ഒക്കെ കുറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു പാരാമീറ്ററാണ്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞാൻ കാണിച്ചു തരാം അത് കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന്. ഡിസ്പ്ലേ ലോസ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിത് ലേൺ ചെയ്ത് വരുമ്പോൾ ലോസ് എന്നുണ്ടല്ലോ, അത് ഓരോ പ്രാവശ്യം ലേൺ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോൾ ലോസ് കുറഞ്ഞു വരണം അല്ലേ. ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൻ്റെ പ്രത്യേകതയാണ്, ഡബ്ല്യൂയും ബിയും അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ തൊട്ട് മുമ്പത്തേനേക്കാളും കുറഞ്ഞ ലോസ് ആയിരിക്കണം. അപ്പം അങ്ങനെ ലോസ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇതിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷനാണ് ഡിസ്പ്ലേ ലോസ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ്. നമുക്ക് നോക്കാം എന്താ ചെയ്യണം. നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസ് ട്രൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തായാലും ഇനിഷ്യലൈസ് ചെയ്യണം. നമുക്കറിയാം ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം W1, W2 അപ് ടു WN വാല്യൂസും ബിയും നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം അല്ലേ. അതാണ് ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫിറ്റിൽ ഇനിഷ്യലൈസ് ട്രൂ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഇനിഷ്യലൈസ് ചെയ്യുന്നുള്ളൂ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ പ്രാവശ്യം ഇനിഷ്യലൈസ് ചെയ്യാതെ ഡബ്ല്യൂയും ബിയും മാറി വരുമ്പോൾ ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യത്യാസം വരുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. സാധാരണ സത്യത്തിൽ ആദ്യം തന്നെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നമ്മളിവിടെ ഫസ്റ്റ് വിളിക്കുമ്പോൾ ട്രൂ കൊടുത്ത് തന്നെ വിളിക്കാം നമുക്ക്. അപ്പോൾ അത് ഇനിഷ്യലൈസ് ചെയ്യും എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഡബ്ല്യൂ വാല്യൂസിനെ റാൻഡം വാല്യൂസ് വെച്ചാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. എന്ത് റാൻഡം വാല്യൂസ് വെച്ചാൽ എത്ര എക്സിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ nb.random.rand n of 1,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് റാൻഡം വാല്യൂസ് ഉള്ള ഒരു വെക്ടറായിട്ടായിരിക്കും ഡബ്ല്യൂ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന x.shape of 1 എന്നാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഇൻ ഫീച്ചേഴ്സ് ആണ് അല്ലേ, എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ്. എക്സ് ഡോട്ട് ഷേപ്പ് ഓഫ് 0 എന്താ നമുക്ക് കിട്ടുക, എക്സ് ഡോട്ട് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ ഡയമെൻഷനാണ് കിട്ടുക. ഇപ്പം എക്സ് എന്ന് പറഞ്ഞ ഒരു എം ഇൻറ്റു എൻ മെട്രിക്സ് ആണെന്ന് നമുക്കറിയാം. എം റോസും എൻ കോളംസും ഉള്ളൊരു മെട്രിക്സ് ആണ് എക്സ് അല്ലേ, നമ്മുടെ ഉള്ള ട്രെയിനിങ് സെറ്റ് അതാണ്. അപ്പോൾ എം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെറ്റ് എന്ന് നോക്കുക. ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയുള്ള ട്രെയിനിങ് സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എമർജൻസി റൂം വിസിറ്റ്, നർക്കോട്സ്, പെയിൻ, ടോട്ടൽ വിസിറ്റ്, മെഡിക്കൽ ക്ലെയിം, ഇത്രയാണ് ഈ 1, 2, 3, 4 ആദ്യത്തെ 5 കോളംസ് ഉള്ള ഈ ഡാറ്റയാണ് നമ്മുടെ എക്സ് വാല്യൂ. ഈ പുവർ കെയർ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ വൈ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ എക്സ് ആണെന്ന്. ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഈ മെഡിക്കൽ ക്ലെയിംസ് വരെയുള്ള ഈ കോളംസ് ആണ് നമ്മുടെ എക്സ് വാല്യൂസ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഈ എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു എം ഇൻറ്റു എൻ അല്ലെ, എം ഇൻറ്റു എൻ മെട്രിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. എം ഇൻറ്റു എൻ മെട്രിക്സ് എന്ന് വെച്ചാൽ എം റോസും ഉണ്ട്, 1, 2, 3, 4 റോസും ഉണ്ട്, 1, 2, 3, 4, 5 ഈ മെഡിക്കൽ ക്ലെയിം വരെ 5 കോളംസും ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എം റോസ് എന്ന് പറഞ്ഞാൽ എം ഡാറ്റ ഉണ്ട് നമ്മുടെ 1, 2, 3, 4 എം ഡാറ്റയുണ്ട്. എൻ ഫീച്ചേഴ്സ് ഉണ്ട് ആ ഡാറ്റയ്ക്ക്, 1, 2, 3, 4, 5 ഫീച്ചേഴ്സാണ് ആ ഡാറ്റയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് എത്രയാണോ അത്രയും വെയിറ്റ് വാല്യൂസ് ആണ് ഉണ്ടാവുക. ഈ കേസിൽ 1, 2, 3, 4, 5 ഫീച്ചർ ഉള്ളതുകൊണ്ട് 1, 2, 3, 4, 5 W5 വാല്യൂസ് വരെയാണ് നമ്മളിലുള്ള. അപ്പോൾ അതുകൊണ്ട് എത്ര ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ് ഡോട്ട് ഷേപ്പ് ഓഫ് 1 എടുത്തത്. എക്സ് ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞ് കൊടുത്താൽ എം ഇൻറ്റു എൻ ആണ് കിട്ടുക. എക്സ് ഡോട്ട് ഷേപ്പ് ഓഫ് 1 കൊടുത്താൽ എൻ കിട്ടും, നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കിട്ടും. അപ്പോൾ ഞാൻ ഒരു വെക്ടർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ 1 ക്രോസ് എൻ ആണ് അതിൻ്റെ ഷേപ്പ്. അത്രയും റാൻഡം നമ്പേഴ്സാണ് ഡബ്ല്യൂവിന് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ചില ഡബ്ല്യൂവിനെ റാൻഡമായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്ന അർത്ഥം. അതിനുശേഷം ഞാൻ സെൽഫ് ഡോട്ട് ബി എടുത്തു. ബീന് ഞാൻ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. അതും വരും. അപ്പം നമ്മൾ ഡബ്ല്യൂനെ ബീനെ ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ലോസ് ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യവും നമ്മുടെ ഡാറ്റയുടെ കടന്നു പോകുമ്പോൾ ലോസ് എത്ര കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലോസ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ലോസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഡിസ്പ്ലേ ലോസ് ഈക്വൽ ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇത് കൊടുക്കുക. ലോസ് എന്ന് പറഞ്ഞ ഡിക്ഷണറി ഉണ്ടാക്കും. അതിനുശേഷം ഞാനൊരു ഫോർ ലൂപ്പ് വിളിക്കുകയാണ്. അപ്പോൾ ഫോർ ലൂപ്പ് വിളിക്കുമ്പോൾ ഈ TQDM നോട്ട്ബുക്ക് എന്ന് എഴുതിയേക്കണം നിങ്ങൾ വിട്ടേക്കുക. ഫോർ ലൂപ്പ് വിളിക്കുമ്പോൾ നമുക്ക് പിന്നെ എഴുതാം. ഓക്കെ, ഫോർ ലൂപ്പ് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഐ ഇൻ റേഞ്ച് ഓഫ് എപ്പോക്സ് എന്ന് വെച്ചാൽ എത്ര എപ്പോക്സ് ആണ് റൺ ചെയ്യേണ്ടത് അത്രയും പ്രാവശ്യം ഐ നമ്മളിങ്ങനെയാണ് ഐക്ക് ആദ്യം 0 ഇട്ടും. ഇപ്പോൾ നമ്മളിവിടെ 100 കൊടുത്തു കഴിഞ്ഞാൽ എപ്പോക്സിൻ്റെ വാല്യൂ 100 കൊടുത്തു കഴിഞ്ഞാൽ 0 തൊട്ട് 99 പ്രാവശ്യം ഇതിങ്ങനെ ഈ ഫോർ ലൂപ്പ് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഐ ഇൻ റേഞ്ച് ഓഫ് എപ്പോക്സ് എന്ന് വെച്ചാൽ എത്ര എപ്പോക്ക് കൊണ്ട് അത്രയും പ്രാവശ്യം ഐ ഇങ്ങനെ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഈ TQDM നോട്ട്ബുക്ക് എന്തിനാണ് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഞ്ച് ഓഫ് എപ്പോക്സിൻ്റെ കൂടെ ഒരു TQDM നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർ ലൂപ്പ് റൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റാറ്റസ് ബാർ കിട്ടും. അപ്പോൾ തൽക്കാലം ഞാനത് കമൻറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇനി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് ഉപയോഗിക്കാം. തൽക്കാലം ഞാൻ റേഞ്ച് ഓഫ് എപ്പോക്സ് മാത്രം കൊടുക്കുകയാണ്. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എപ്പോക്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഞാൻ കാണിച്ചു തരാം എന്താണുള്ള ഗുണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐയുടെ വാല്യൂസ് എപ്പോക്സ് കൊടുത്തിട്ട് എത്രയും പ്രാവശ്യം ഐക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടുക, ഓരോ പ്രാവശ്യം ഈ ലൂപ്പിലൂടെ കടന്നു പോകും. എന്നിട്ട് നമ്മൾ DB എന്ന് പറഞ്ഞ 2 ടെമ്പററി വേരിയബിൾസ് കൊടുത്തു. അതിന് 0 എന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗ്രേഡിയൻസ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്തെടുത്തിട്ട് വേണം കൂട്ടിയെടുക്കാൻ. ഗ്രേഡിയൻ ഡിസൈനിൻ്റെ റൂൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഗ്രേഡിയൻസ് ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഗ്രേഡിയൻസ് അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെൽറ്റ W വാല്യൂസ് ഇത് ഓരോ പ്രാവശ്യം കണ്ടുപിടിച്ച് കൂട്ടിയെടുക്കേണ്ടതുണ്ട്. ഈ സിഗ്മ കൂട്ടിയെടുക്കേണ്ടത് ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു DB 2 ടെമ്പററി വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫോർ എക്സ് y ഇൻ സിപ്പ് ഓഫ് XY എന്ന് പറയുമ്പോൾ ഓരോ XY വാല്യൂസിലൂടെയും ഇതിങ്ങനെ കടന്നു പോകും. ഓരോ XY നമ്മുടെ ട്രെയിനിങ് സെല്ലിലെ ഓരോ XY വാല്യൂസിലൂടെ ഇത് കടന്നു പോകും. എന്നിട്ട് DW സെൽഫ് ഡോട്ട് ഗ്രാഡ് ഓഫ് y നമ്മുടെ ഗ്രേഡിയൻ്റ് ഓഫ് ഡെൽറ്റ W കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ വിളിക്കുന്നു. അതിലേക്ക് XY കൊടുത്തിട്ട് ഡെൽറ്റ W കണ്ടുപിടിക്കുന്നു. എന്നിട്ട് DWയിലേക്ക് കൂട്ടി വെക്കുന്നു. ഡെൽറ്റ B കണ്ടുപിടിക്കുന്നു. ഗ്രാഡ് B വിളിച്ചിട്ട് അത് DWBയിലേക്ക് കൂട്ടി വെക്കുന്നു. അപ്പോൾ ഈ DBയും DWയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ XY വാല്യൂസിലൂടെ കടന്നു പോയിട്ട് 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണം, 10 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം ട്രെയിനിങ് സെല്ലിലൂടെ മുഴുവൻ കടന്നു പോയിട്ട് ട്രെയിനിങ് സെല്ലിലൂടെ മുഴുവൻ കടന്നു പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും,
നമ്മൾ ഡി ഡബ്ല്യു ഡി ബി വാല്യൂസ് കൂട്ടി അക്യുമുലേറ്റ് ചെയ്തെടുക്കാൻ ഈ ഇക്വേഷൻ പ്രകാരം ഇങ്ങനെ ഐ തൊട്ട് എം എത്ര ട്രെയിനിങ് സെറ്റ് ഉണ്ടോ എം ട്രെയിനിങ് സെറ്റിലൂടെ കടന്നു പോയിട്ട് വേണം ഈ ഡെൽറ്റ ഡബ്ല്യുവും ഡെൽറ്റ ഡബ്ല്യു ബിയും ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഫോർ ലൂപ്പിൽ വെച്ചിട്ട് ഓരോ ട്രെയിനിങ് സെറ്റിലൂടെ കടന്നു പോയിട്ട് ഡെൽറ്റ ബിയും ഡെൽറ്റ ഡബ്ല്യുവും ഞാനിങ്ങനെ കണ്ടുപിടിച്ച് അക്യുമുലേറ്റ് ചെയ്ത് വെച്ചു. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഈ ഫോർ ലൂപ്പിൻ്റെ ഈ അവസാനം വന്നു ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമായി ഈ സിഗ്മ ഐ = 1 to m y hat minus y into y hat into 1 minus y hat into x യും ഡെൽറ്റ ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ഡോട്ട് ഡബ്ല്യു നമ്മൾ ശരിക്കുള്ള ഡബ്ല്യു വാല്യൂ നിന്ന് ബിയുടെ വാല്യൂ നിന്ന് അത് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ സെൽഫ് ഡോട്ട് ഡബ്ല്യു മൈനസ് ഈസ് = സെൽഫ് ഡോട്ട് ഡബ്ല്യു മൈനസ് അതിനാണ് ഇങ്ങനെ എടുക്കുക. ഇത് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അർത്ഥം. സെൽഫ് ഡോട്ട് ഡബ്ല്യു ഈസ് = സെൽഫ് ഡോട്ട് ഡബ്ല്യു മൈനസ് ലേണിംഗ് റേറ്റ് ഉണ്ട് ഇൻറ്റു ഡി ഡബ്ല്യു അതാണ് ഇതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഒറ്റയടിക്ക് എഴുതാൻ വേണ്ടി സെൽഫ് ഡോട്ട് ഡബ്ല്യു മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണം. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളതാണ്, എല്ലാ പ്രോഗ്രാമിലും അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ സെൽഫ് ഡോട്ട് ഡബ്ല്യു = സെൽഫ് ഡോട്ട് ഡബ്ല്യു മൈനസ് ലേണിംഗ് റേറ്റ് ഇൻറ്റു ഡി ഡബ്ല്യു നമ്മുടെ ഇക്വേഷൻ. സെൽഫ് ഡോട്ട് ബി = സെൽഫ് ഡോട്ട് ബി മൈനസ് ലേണിംഗ് റേറ്റ് ഇൻറ്റു ഡി ബി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഡെൽറ്റ ബിനെ ഡെൽറ്റ ഡബ്ല്യുവിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഗ്രേഡിയന്റ് ഡിസെൻഡ് ഇതോടുകൂടി തീർന്നു. പിന്നെ നമ്മൾ ലോസ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലും അതായത് ഓരോ പ്രാവശ്യവും ഈ ഡെൽറ്റ ബിയും ഡെൽറ്റ ഡബ്ല്യു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ലോസാണ് നമുക്കുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ലോസ് നമ്മളൊന്ന് ലോഗ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോസ് ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്രഡ് കണ്ടുപിടിക്കണം, അതായത് വൈ ഹാറ്റ് കണ്ടുപിടിക്കണം. വൈ ഹാറ്റും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വൈ ഹാറ്റ് വൈപ്രഡ് സെൽഫ് ഡോട്ട് സിഗ്മോയിഡ് ഓഫ് സെൽഫ് ഡോട്ട് പെർസെപ്ട്രോൺ ഓഫ് എക്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിന് ഇപ്പം കണ്ടുപിടിച്ച ഡബ്ല്യു ബി ഇപ്പം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തെടുത്ത ഡബ്ല്യു ബി വാല്യൂ വെച്ചുള്ള വൈ ഹാറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ലോസ് ഓഫ് ഐ ഓരോ ലോസും കണ്ടുപിടിക്കുകയാണ്. ലോസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഓരോ ഐട്രേഷനിലെ ലോസ് = മീൻ സ്ക്വയർ എറർ ഓഫ് y_y. നമ്മൾ മീൻ സ്ക്വയർ എറർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഫംഗ്ഷൻ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ മീൻ സ്ക്വയർ എറർ കണ്ടുപിടിച്ച് ഇവിടെ ലോഗ് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ മെയിൻ ഫോർ ലൂപ്പിൻ്റെ വെളിയിൽ ഓരോ എപ്പോക്സും കടന്നു പോകണം. മെയിൻ ഫോർ ലൂപ്പിൻ്റെ വെളിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഡിസ്പ്ലേ ലോസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോസ് വാല്യൂസ് ഒന്ന് പ്ലോട്ട് ചെയ്യും. മാർക്ക് പ്ലോട്ട് ലിബ് വെച്ച് ഒന്ന് പ്ലോട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ഫിറ്റ് ഫംഗ്ഷനിൽ ചെയ്യുന്നത്. ഇനി അടുത്ത പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. പ്രെഡിക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വൈപ്രഡ് എന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ്റെ ഒരു അറേ ഉണ്ടായത്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വരുന്ന ഒരു വാല്യൂസ് ആയിരിക്കില്ല, ഒന്നിലധികം വാല്യൂസ് ഒരുമിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 ഫോണിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ട് ഇത് ലൈക്ക്ഡ് ആണോ ഡിസ്ലൈക്ക് ആണോ എന്നുള്ളത് നോക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അറേ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. ആ അറേയിലേക്ക് എന്നിട്ട് നമ്മൾ ഓരോ എക്സ് ആണ് നമുക്ക് ഇൻപുട്ട് കിട്ടുക. ഓരോ എക്സ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ വൈ ഹാറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ അറേയിലേക്ക് അത് അപ്പൻഡ് ചെയ്യും, ആ അറേ റിട്ടേൺ ചെയ്യും. ഇതാണ് നമ്മുടെ ക്ലാസ്. ഓക്കെ, ഇനി നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് എൻ്റെ കുറച്ച് ഡേറ്റ കുറച്ച് എക്സ് വാല്യൂസ് ഞാൻ വളരെ അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യണം അല്ലേ? അതിപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിന് എററൊന്നും ഇല്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, അത് റണ്ണായിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യണ്ടോന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് എക്സ് വൈ വാല്യൂസ് ജനറേറ്റ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ കുറച്ച് 2 ഫീച്ചേഴ്സ് ഉള്ള ഒരു എക്സ് വാല്യൂ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു ടോ ഡേറ്റ എന്ന് വെക്കുക. ഡോയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ x1 വാല്യൂ എന്ന് പറഞ്ഞാൽ 2.5 ആണ്, x2 വാല്യൂ 2.5 ആണ്, രണ്ടാമത്തെ x1 വാല്യൂ 4 ആണ്, -1 ആണ്. അങ്ങനെ കുറച്ച് ഡേറ്റ ഞാൻ ജനറേറ്റ് ചെയ്തെടുത്തു. അത് ടോയ് ലൈക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആദ്യത്തെ 3 ലൈക്ക് ചെയ്യുന്നുണ്ടെന്നും പിന്നത്തെ 3 ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടെന്നും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ XY വാല്യൂസ് ജനറേറ്റ് ആയി. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതിനുശേഷം നമ്മൾ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. സിഗ്മോയിഡ് ന്യൂറോൺ എന്നാണ് ഈ ക്ലാസ്സിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഫിറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഈ XY വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് എപ്പോക്സ് ആണ്. ഈ 0.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണിംഗ് റേറ്റ് ആണ്. ഈ ട്രൂ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ലോസ് ട്രൂ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ലോസ് അത് കാണിക്കണം, ലോസ് എന്തോരം ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് എപ്പോക്സ് 1 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരൊറ്റ പ്രാവശ്യമേ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ തുടർന്ന് നമുക്ക് ആ പ്ലോട്ട് നമ്മൾ ഡിസ്പ്ലേ ആ ലോസ് കുറഞ്ഞു വരുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ലേൺ ചെയ്യില്ല. അതായത് ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ 4
ഐ ഇൻ റേഞ്ച് ഓഫ് എപ്പോക്സ്. അത് ഒരു പ്രാവശ്യം റൺ ചെയ്യുള്ളൂ, കാരണം നമ്പർ ഓഫ് എപ്പോക്സ് നമ്മളിവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫിറ്റ് ഫംഗ്ഷനിൽ നമ്പർ ഓഫ് എപ്പോക്സ് ഉണ്ട്, ഈ വേരിയബിൾ അത് നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം റൺ ചെയ്യുള്ളൂ. സാരമില്ല, നമുക്ക് ഒരു പ്രാവശ്യം റൺ ചെയ്യാം. റൺ ചെയ്തു. ഓക്കെ, അത് ഓക്കെ. ഇനിഷ്യലൈസ് ആട്ടോ ട്രൂ കൊടുത്തത്, ഡിസ്പ്ലേ ലോസ് അല്ല, ഇനിഷ്യലൈസ് ട്രൂ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ട്രൂ കൊടുക്കുമ്പോൾ നമ്മൾ WB വാല്യൂസ് ഇനിഷ്യലൈസ് ആയിട്ട് അത് ഒരു പ്രാവശ്യം റൺ ചെയ്തു. അതുകൊണ്ടാണ് ഡിസ്പ്ലേ പ്ലോട്ട് ചെയ്യാത്തത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഫംഗ്ഷൻ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഫിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ പ്ലോട്ട് സിഗ്മോയിഡ് ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ XY വാല്യൂസിന് നമ്മൾ പാസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ XY വാല്യൂസിന് നമ്മൾ പാസ് ചെയ്യും. സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഈ ഒബ്ജക്റ്റിനെയും പാസ് ചെയ്യും. പിന്നെ ഒരു ആക്സിസിനെയും പാസ് ചെയ്യും. ആക്സിസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്ലോട്ടിങ്ങിൻ്റെ ആക്സിസ് ആണ്. അടി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു മാറ്റ്പ്ലോട്ടിബിൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ ആക്സിസിനെയും പാസ് ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ X1 എന്ന് പറഞ്ഞിട്ട് -10നും 10നും അടക്കമുള്ള 100 വാല്യൂസ് എടുക്കും. X2 എന്ന് പറഞ്ഞാൽ -10നും 10നും അടക്കം 100 വാല്യൂസ് എടുക്കും. നമ്മൾ സിഗ്മോയിഡ് ന്യൂറോണെ പ്ലോട്ട് ചെയ്ത പോലെ. എന്നിട്ട് അതിൻ്റെ മെഷ് ഗ്രിഡ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഓരോ X1 ഓരോ X2 വെച്ചുള്ള പെയേഴ്സ് ഉണ്ടാക്കും. അതാണ് മെഷ് ഗ്രിഡ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ YY എന്ന് പറയുന്നത് ഒരു NB.zeros എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അതേ ഷേപ്പിൽ കുറച്ച് 100 വാല്യൂസ് വൈയിലും എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ X2ലേക്ക് ഓരോ X1ലൂടെയും കടന്നു പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ XY വാല്യൂസ് നമ്മുടെ XY വാല്യൂസ് ഒരു വാലെന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ ഈ X1ൻ്റെയും X2ൻ്റെയും IJ വാല്യൂസ് നമ്മൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം നമ്മൾ സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ അകത്ത്, അതായത് SNൻ്റെ അകത്ത് സിഗ്മോയിഡ് ന്യൂറോൺ ഉണ്ടല്ലോ, SNൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തെ സിഗ്മോയിഡ് ഫംഗ്ഷൻ വിളിച്ചിട്ട് നമ്മൾ YY പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു കോണ്ടൂർ മാപ്പിൽ ഇട്ട് നോക്കുകയാണ്. റിസൾട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇനിറ്റീവ്ലി നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഫിറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ട് ഞാൻ അതൊരു ലൂപ്പിലിട്ട് വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇനിഷ്യലൈസ് ട്രൂ കൊടുത്തിട്ട് ഒരു പ്രാവശ്യം വിളിച്ചു, പിന്നെ ഇനിഷ്യലൈസ് ഫാൾസ് കൊടുത്തിട്ട് ഒരു ലൂപ്പിലിട്ട് വിളിക്കുകയാണ്. ഇത് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ പ്രാവശ്യം നമ്പർ ഓഫ് എപ്പോക്സ് ഓരോ പ്രാവശ്യം കൊടുത്തിട്ട് വിളിക്കുമ്പോൾ ഈ ഫിറ്റ് ഫംഗ്ഷൻ ഡാറ്റയിലൂടെ ഓരോ പ്രാവശ്യം ഐട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇതാണ് നമ്മൾ 5 ഡാറ്റ. നമുക്കൊരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഡിസ്പ്ലേ ലോസ് അല്ല, നമ്മുടെ ഇത് നമ്മൾ ഇവിടെ ഒരു ആക്സിസ് എടുത്തിട്ട് ഒരു കോണ്ടൂർ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു മാത്പ്ലോട്ടിബിൻ്റെ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ഈ പ്ലോട്ട് SN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ മാത്പ്ലോട്ടിബിൻ്റെ ആക്സിസ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 ഡാറ്റ ഇതാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ 6 ഡാറ്റയാണ് നമ്മുടെ ഉള്ളത്. നമ്മുടെ ഇവിടെ XY വാല്യൂസ് എത്രയായിരുന്നു? 6 വാല്യൂസ് ആയിരുന്നു കേട്ടോ. 6 വാല്യൂസ് ആയിരുന്നു. ആ 6 വാല്യൂസാണ് ചുവന്നയും പച്ചയായിട്ട് കാണുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് WBനെ ഇനിഷ്യലൈസ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് കണ്ടോ. ഒട്ടും തന്നെ നല്ലൊരു ക്ലാസിഫിക്കേഷൻ അല്ല ഇത്. കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ അടുത്തൊരു ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായി, പിന്നെ ഐട്രേഷൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ WB വാല്യൂസ് മാറി കുറേ എപ്പോക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഡിസിഷൻ ബൗണ്ടറി ചുരുങ്ങി വന്ന് കുറച്ച് നല്ല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഫോർ ലൂപ്പൊക്കെ അവിടെ എടുത്തത്. ഞാൻ ഈ കോഡ് ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് എപ്പോക്സ് ഒന്ന് വെച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും ഫിറ്റ് ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് മാറ്റാണ് WB വാല്യൂസിന് വരുന്നത് കൊണ്ട് നമ്മുടെ ആ ഡാറ്റനെ വേർതിരിക്കുന്ന ഡിസിഷൻ ബൗണ്ടറി എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി നന്നായി ക്ലിയറായി വരുന്നുണ്ട്. ട്രെയിനിങ് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ നിങ്ങൾ ആദ്യം നോക്കിയാൽ അറിയാം, ഏറ്റവും ആദ്യം കിട്ടിയ കോണ്ടൂറിൽ, അതായത് ഒരു പ്രാവശ്യം മാത്രം ഇറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഡിസിഷൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇങ്ങനെയാണ്. പിന്നെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി പ്രശ്നമായി. കുറച്ച് ചുവന്നതൊക്കെ ഈ 0.5 വാല്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ശരിയായി വന്നു. അവസാനം അത് വളരെ ക്ലിയർ ആയിട്ട് ഡാറ്റനെ കൃത്യമായി ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
മാറി വന്നേക്കുന്ന നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ലേൺ ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്ത് കൃത്യമായ WB വാല്യൂസ് അതിന് കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നമ്മളൊരു അത് ഒരു റിയൽ ഡാറ്റ വെച്ചല്ല ചെയ്തത്, അടുത്ത കോഡ് എഴുതിയിരിക്കുന്നത് റിയൽ ഡാറ്റ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് ഒരു ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയ ഒരു ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ്. നേരത്തെ ഡൗൺലോഡ് ചെയ്തിരുന്നു. എന്നിട്ട് നമുക്കത് പാണ്ടാസ് വെച്ച് റീഡ് ചെയ്യാം. പാണ്ടാസ് വെച്ച് റീഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് നോക്കുന്ന ഷേപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഈ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഈ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ ഫ്രെയിമിൽ XY വാല്യൂസ് ഉണ്ട്. അപ്പോൾ X വാല്യൂസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ലൈക്കിൾ എന്ന് പറയുന്ന ആ കോളം മാത്രം ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വാല്യൂസൊക്കെ Xൽ കിട്ടും. ഈ സ്ലൈക്കിളിൻ്റെ വാല്യൂസ് Yലും കിട്ടും. ഇപ്പോൾ Yയും Xും Yയും കിട്ടി. XYയും കിട്ടിയതിന് ശേഷം ഇത് നമ്മൾ ഈ സ്ലൈക്കഡ് 0s 1 അല്ലെങ്കിൽ അത് നമുക്കൊരു ബൈനറി ക്ലാസിഫയർ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 0s and 1s ആക്കാൻ വേണ്ടി ചെയ്തതാണ്. നമുക്ക് നിങ്ങൾ വിശദമായിട്ട് നോക്കുക. ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ടുകൾ, നമ്മുടെ X വാല്യൂസ് ഒരേ റേഞ്ചിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എങ്ങനെയാണ് SKLine എന്ന് പറയുന്ന പാക്കേജിൽ സ്റ്റാൻഡർഡൈസേഷൻ സ്റ്റാൻഡേർഡ് സ്കെയിലറൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വിശദമായിട്ട് ഞാൻ നമ്മുടെ മെഷീൻ ലേണിംഗ് ഇൻ മലയാളം എന്ന് പറയുന്ന ആദ്യത്തെ കോഴ്സിലെ ഈ 13ാമത്തെ വീഡിയോയിൽ, ആദ്യത്തെ കോഴ്സിലെ 13ാമത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അത് ഞാൻ ലെങ്തി ആകാതിരിക്കാൻ വേണ്ടി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്കെയിൽ ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സിഗ്മോയിഡ് ന്യൂറോൺ ഉണ്ടാക്കുന്നു, അതിനെ ഫിറ്റ് ചെയ്യുന്നു, XY വാല്യൂസ് വെച്ച് ഫിറ്റ് ചെയ്യുന്നു. മറ്റേ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഡാറ്റയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. Y ട്രെയിൻ വെച്ചും Y ടെസ്റ്റ് വെച്ചും, ടെസ്റ്റ് വാല്യൂസും ട്രെയിൻ വാല്യൂസും വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതിനെ ബൈനറൈസ് ചെയ്തെടുക്കുന്നു. ബൈനറൈസ് ചെയ്തെടുക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്നത് എന്താണ്, നമുക്ക് സിഗ്മോയിഡ് ന്യൂറോണിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ശരിക്കും ഒരു കണ്ടിന്യൂസ് വാല്യൂ ആണ്. അതായത് പ്രോബബിലിറ്റി ആണ്. Y 1 ആകാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ 0s 1 ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അതിനെ ബൈനറൈസ് ചെയ്തെടുക്കുന്നത്. 0s and 1s ആയിട്ട് ബൈനറൈസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ത്രഷോൾഡ് തീരുമാനിച്ചിട്ടുണ്ട്, 0.5. ഇതാണ് ഈ സ്കെയിൽ ത്രഷോൾഡിൻ്റെ വാല്യൂ. വൈപ്രെഡിൻ്റെ വാല്യൂ ത്രഷോൾഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ 0 എന്ന് എടുക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആക്യുറസി സ്കോർ കണ്ടുപിടിക്കുന്നു. ആക്യുറസി സ്കോർ ജസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നു. നല്ല ആക്യുറസി, 100% ആക്യുറസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ ഡാറ്റ അങ്ങനെ ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ, അല്ലെങ്കിൽ ഈസിലി ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ളൊരു ഡാറ്റ കൊണ്ടാണ് നിങ്ങൾക്ക് ഹൈ ആക്യുറസി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് അവസാനമായപ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും ഈ കോഡ് ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും സംശയം വന്നാൽ, പ്രത്യേകിച്ച് ആ പ്ലോട്ടിങ് ചെയ്തതിലൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യാം. താങ്ക് യു.